ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പ്രൊമോയൊക്കെ വന്നു കഴിഞ്ഞ് പ്രൊമോ വന്നു, അതിനുശേഷം വീഡിയോസ്, മുഖ്യധാര യൂട്യൂബ് ചാനൽ എല്ലാം വീഡിയോസ് ഇടാൻ തുടങ്ങി, പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ തകൃതിയായിട്ട് മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ലേറ്റായത്? എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് അല്ലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ബിഗ് ബോസ് സീസൺ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിഗ് ബോസ് സീസണുമായിട്ട് റിലേറ്റഡ്. കാരണം നമ്മൾ കഴിഞ്ഞ സീസണിലാണല്ലോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പുള്ള ചാനൽ കോപ്പിറൈറ്റ് ഒന്ന് സ്ട്രൈക്ക് ഒന്ന് പോയതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്നവരെ കുറച്ച് ആർക്കാർക്കെങ്കിലും അറിയാം. അപ്പോൾ നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഫോളോവേഴ്സിൽ കൂടുതലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളവരാണ്. പിന്നെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്. അങ്ങനെയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുക ഗൈസ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ തീർച്ചയായിട്ടും വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇതുവരെയും നമ്മൾ വരാഞ്ഞത് കേട്ടോ. അപ്പോൾ 2 പ്രൊമോ വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രൊമോയിൽ ഒരു അഗ്നിപരീക്ഷ കൊണ്ട് നമ്മൾ കോമണേഴ്സിനെ ചൂസ് ചെയ്യുന്നു, അല്ലെ കോമൺസിനെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്നു. ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുള്ള കോമണേഴ്സ് ഓടി വരൂ എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നത്. രണ്ടാമത് നമ്മുടെ അനീഷ്, അതുപോലെ റസ്മിൻ, പിന്നെ എന്താ സീസൺ 2-ലെയാണെന്ന് തോന്നുന്നു, ഞാൻ ആ സീസൺ 2 കണ്ടില്ല കേട്ടോ. അപ്പോൾ അതിലെ ഒരു കുട്ടി, പിന്നെ അതുപോലെ തന്നെ നന്ദന, ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഒരു പ്രൊമോ, അത് കഴിഞ്ഞ് ലാലേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോയിൽ എങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ 8-ലേക്ക് കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളും ഇമെയിൽ ഐഡിയും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനൊന്നുകൂടി പറയുകയാണ്, ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹമുള്ള സാധാരണക്കാരായ ആളുകൾ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ നിലപാടുകളും അറിയിക്കുക. 3 മിനിറ്റിൽ താഴെയുള്ള ഇൻട്രഡക്ഷൻ വീഡിയോ, അതുപോലെ തന്നെ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, വയസ്സ്, എവിടെയാണ് സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. 50 MB താഴെയായിരിക്കണം, എങ്കിലേ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോമണേഴ്സായിട്ട് സാധാരണക്കാരായ നമ്മളിൽ നിന്ന് 3 പേരെ ചൂസ് ചെയ്യുകയാണ്. 3 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞുണ്ടാവും. ഞാൻ 3 പേരെ ചൂസ് ചെയ്യുന്നല്ല, 3 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞത് മിനിമം 3 പേരെങ്കിലും അവർ സെലക്ട് ചെയ്യും. ഇപ്പോൾ എല്ലാവരും പറയുന്നത് 5 പേര്, 6 പേര്, 8 പേരൊക്കെ ഉണ്ടാവുമെന്നാണ്. പക്ഷേ എന്നാൽ പോലും ഏറ്റവും കുറഞ്ഞത് 3 പേര്, ഈ പ്രാവശ്യം 3 പേരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ടാസ്ക് നടത്തുന്നത്. വേറെ നമ്മൾ ലാംഗ്വേജിലൊക്കെ ഇതേപോലെ അഗ്നിപരീക്ഷയൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ടാണ് കോമണേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഇത് ആദ്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും ഒരു പുതുമയായിരിക്കും. 8ൻ്റെ പണിയുള്ള ഒരു പിന്നെ സീസൺ ആയിരിക്കും ഇത്. നമ്മൾ 8-ൽ സീസൺ 8 അല്ലേ, അപ്പോൾ എന്തായാലും 7ൻ്റെ പണിയല്ല, 8ൻ്റെ പണി തന്നെ ആയിരിക്കും. ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻ്റ് തീ പറന്ന മത്സരമായിരിക്കും. ഈ മത്സരം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ജെനുവിനായിട്ട് അവിടെ പോയി നിൽക്കുക, നമ്മുടെ നിലപാടുകളും കാര്യങ്ങളും വ്യക്തവും കൃത്യമായിട്ട് പറയുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അഭിനയിക്കാതെ, ഒരു അഭിനയത്തിൽ കൂടാതെ, നാട്ടുകാരെ പറ്റിക്കാതെ നമ്മൾ ജെനുവിനായിട്ട് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറയുക, ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതായിരിക്കും ബിഗ് ബോസിൻ്റെ സാധാരണ മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതാണ്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല നാടകങ്ങളും നമ്മളവിടെ കണ്ടു. അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ആൾക്കാരും പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ കൊടുത്തു. അവരൊന്നും കറക്റ്റ് എക്സാക്റ്റ് ഒരു എന്ന് തുടങ്ങും എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഓഗസ്റ്റ്, ജൂലൈ അവസാനം ഓഗസ്റ്റിലൊക്കെ തുടങ്ങിയെന്ന്. പക്ഷേ അല്ല, ഞാനത് നിങ്ങളോട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളോട് ഞാനത് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. നമുക്ക് ജെനുവിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങളോട് സംസാരിക്കാൻ. ഞാൻ പറയുന്നത് കൃത്യമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ അൺഫോളോ ചെയ്ത് പോകാം. തീർച്ചയായിട്ടും അതും കൂടി പറയണമല്ലോ, നിങ്ങൾക്ക് എന്നെ അൺഫോളോ ചെയ്ത് പോകാം. അറിഞ്ഞിട്ട് നിങ്ങൾ അതുവരെ നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇത് സത്യമല്ല എങ്കിൽ നിങ്ങൾ എന്നെ അൺഫോളോ ചെയ്യൂ. കാരണം നമ്മൾക്ക് കൃത്യമായ വിവരങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അറിയാത്ത എത്രയോ പേര്, ഇപ്പോൾ വൈൽഡ് കാർഡ് വന്ന പല ആൾക്കാരെയും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അറിയാത്തവരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. നമുക്ക് ഇപ്പം സീരിയൽ രംഗത്തു നിന്നുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാത്തവരെയൊന്നും നമുക്ക് അത്ര വലിയ പരിചയമില്ലാത്ത ആൾക്കാരും അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് അറിയാത്തവരും അറിയുന്നവരും ഒക്കെ കുറച്ച് പേരുടെയെങ്കിലും
ആരെങ്കിലും ഇടയ്ക്ക് സെലിബ്രിറ്റി ആവുന്നവരാണെങ്കിൽ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവാം, അതിനകത്ത് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാം, അവരുടെ എല്ലാം ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാം ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ഫസ്റ്റ് ഒരു ഓൺലൈൻ ഓഡിഷൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ജൂൺ 15 തീയതിയാണ് കോമണേഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോഴത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ആഗ്രഹമുള്ളവരെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അവർ സെലക്ട് ചെയ്യുന്നവരെ ഓഡിഷന് വേണ്ടിയിട്ട് വിളിക്കും. ആ ഓഡിഷനിൽ നിങ്ങളോട് നിങ്ങളുടെ ഓഡിഷൻ എടുത്തിട്ട് നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടുകൾ ഇഷ്ടപ്പെടുക, നിങ്ങൾ ഒരു രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം അവർ വീണ്ടും ചൂസ് ചെയ്തതിന് ശേഷം അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ടാസ്ക് നടത്തി നമ്മളെ സാധാരണക്കാരിൽ നിന്നും കുറച്ച് ആൾക്കാരെ എടുക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അല്ലേ. 3 പേരെങ്കിലും, ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ 3 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞെടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട്, ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് അയക്കുക. നമ്മൾ സാധാരണക്കാർക്ക് നമുക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയോ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പം നമുക്ക് തീ പാർന്ന കളിയാണ് കളിക്കുക നമ്മളല്ലേ. കോമണേഴ്സ് വന്നു കഴിഞ്ഞാൽ തീ പാർന്ന കളിയായിരിക്കും. ഈ സെലിബ്രിറ്റികൾക്കും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആയിരിക്കും അയ്യോ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ഇമേജ് കോൺഷ്യസ് ആവുന്നത്. ഇമേജ് കോൺഷ്യസ് ആകുമ്പോൾ മാനം ഇടിഞ്ഞ് വീണാലും പ്രശ്നമില്ലാന്ന് കരുതുന്ന ആൾക്കാരുടെ മുന്നിൽ ഇമേജ് കോൺഷ്യസ് ആവുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മത്സരം തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സീസൺ 8 തീ പാർന്നായിരിക്കും. സീസൺ 8ൻ്റെ പണിയായിരിക്കും, ഉറപ്പാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കോമണേഴ്സ് കൂടുതലുള്ള ഒരു സീസൺ തന്നെ ആയിരിക്കും ഇത്. അപ്പം എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റ്, ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് ആണ്. ഈ ഓരോ പബ്ലിസിറ്റി യൂട്യൂബിൽ കുറേ യൂട്യൂബിൽ പബ്ലിസിറ്റി ഉള്ള ആൾക്കാർ, അതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാർ, LGBT കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഓരോ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെയൊക്കെ തിരഞ്ഞുപിടിച്ചു. പിന്നെ കുറേ സീരിയൽ മേഖലയിൽ നിന്ന് സീരിയൽ ആർട്ടിസ്റ്റുകൾ തന്നെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസിൽ ഇടുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് യൂട്യൂബേഴ്സ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ കുറേ ആൾക്കാരുമായിട്ട് ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ പല കലാകാരന്മാരുമായിട്ട് ഞാൻ അവരെ തിരക്കി കേട്ടോ. അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവരൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല, ഇവരിങ്ങനെ ഒരു സംഭവത്തിൽ പോകണ പോലുമില്ല. ഇവർ ഇടുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ്, യൂട്യൂബേഴ്സിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് എടുത്ത് വെച്ച് നമ്മൾ കലാരംഗത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനത് അന്വേഷിച്ചു. നിങ്ങളിങ്ങനെ പോകാനായിട്ട് താല്പര്യമുള്ളവരാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവർക്കൊന്നും പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇവരുടെ അസംഷൻ മാത്രമാണ്. കാരണം റീച്ച് കിട്ടണം, കാരണം അതുമായിട്ട് ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ആകുമ്പോൾ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് നോക്കിയിരിക്കുമല്ലോ നമ്മുടെ ഫോളോവേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. എന്നാലും കുറച്ച് ആൾക്കാരെങ്കിലും എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും വരുന്ന കുറച്ച് ആൾക്കാർ, ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എല്ലാവരും ഒരു ജെനുവിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജെനുവിനാലിറ്റി തോന്നുന്നുണ്ട്. കുറച്ച് ആൾക്കാർ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ അറിയാത്ത ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം വേദലക്ഷ്മി ഒന്ന്, സാബു മാം എന്ന്, ഇവരെ അങ്ങനെ നമുക്കറിയാമായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. വേദലക്ഷ്മിയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നീടാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത്. അത് സിനിമ പിന്നീടാണ് പുറത്തിറങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു, ഫോളോവേഴ്സ്. ഇൻസ്റ്റയിലൊക്കെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ് മാത്രമുള്ള ഒരാളായിരുന്നു വേദലക്ഷ്മിയും. അതേപോലെ തന്നെ പല ആൾക്കാർ, സാബുമാൻ, അതുപോലെ വേറൊരു പയ്യനുണ്ടല്ലോ, നമ്മുടെ പേര് മറന്നുപോയി, അതുമൊക്കെ വളരെ ജിഷിനൊക്കെ ആയിരുന്നു നമ്മൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് വന്നത്. അല്ലാതെ വൈൽഡ് കാർഡായിട്ട് വന്നതിന് കൂടുതലും ആൾക്കാരെ നമുക്ക് പരിചയമുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരിൽ കുറച്ച് പേരൊക്കെ വരുമായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓഡിഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ ഓഡിഷൻ കഴിഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്നാണ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഏറ്റവും ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാണ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിലായിരുന്നു അല്ലേ. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് സീസൺ 7. അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷുവൊക്കെ അവിടെയാണ് എല്ലാവരും ആഘോഷിച്ചത്. ഈ പ്രാവശ്യത്തെ സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാരും പറഞ്ഞിട്ടില്ല, ഞാനാണ് ആദ്യം പറയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെ ഇതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അന്ന് തന്നെ ചീത്തയും വിളിച്ചുകൊണ്ട് അൺഫോളോ ചെയ്ത് പോകാം. അപ്പം നമ്മൾ കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയൂ. അപ്പോൾ ഇത് വളരെ കൃത്യമായ വിവരങ്ങളാണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ്, സെപ്റ്റംബറിലാണ് ബിഗ് ബോസ് സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സീസൺ ഇനിയിപ്പോൾ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ അഗ്നിപരീക്ഷയിൽ ഇനിയിപ്പോൾ ടാസ്കുകളുണ്ട്, ഓഡിഷനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓഡിഷൻ സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓഡിഷൻ മാത്രമേ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ഓഡിഷൻ ഉണ്ടാവും. അപ്പോൾ അതുമൊക്കെ കുറേ താമസമുണ്ട്. പിന്നെ അതുപോലെ ഇവരുടെ കോമണേഴ്സിൻ്റെ അഗ്നിപരീക്ഷ, ഇനി അവരുടെ 15 തീയതി വരെയുള്ള അവളെ ആപ്ലിക്കേഷൻ വിളിച്ച് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ ഓഡിഷൻ വിളിക്കും. ഓഡിഷനിൽ നിന്ന് ചൂസ് ചെയ്യുന്നവരെ അഗ്നിപരീക്ഷ ടാസ്കുകൾ നടത്തും. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സമയം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ്. ഈ പ്രാവശ്യം സെപ്റ്റംബറിലാണ് ബിഗ് ബോസ്
ബോസ് സീസൺ 8. അപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മളിനി തരുന്നതായിരിക്കും. പിന്നെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മളിടും. നിങ്ങൾക്ക് ഞാനൊരു രാഷ്ട്രീയക്കാരിയൊന്നുമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉള്ള ആളല്ല. കാരണം നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനൊരു സഖാവാണ്, അതെനിക്ക് എൻ്റെ ഏട്ടന്മാർ BJP-കാരാണ്, അത് പിന്നെ CPM-കാരുണ്ട്, അപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളും ഉണ്ടായിട്ട് നമ്മൾ നല്ലത് പറയുന്നു, മോശക്കേട് പറയുന്നു, അല്ലാതെ ആരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവഹേളിക്കാനോ അങ്ങനെയൊന്നുമല്ല. പേഴ്സണലി വ്യക്തിപരമായിട്ട് ഇവരെ ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് തരും. ബിഗ് ബോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസിൻ്റെ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നത് സോഷ്യൽ റെലവൻ്റ് ആയിട്ട് ഇഷ്ടമുള്ള 10 പേരെങ്കിൽ 10 പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടത് 10 പേരാണെങ്കിൽ അവരും കാണട്ടെ. അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നമ്മൾ വീണ്ടും സജീവമാവുകയാണ് ബിഗ് ബോസ്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാണ് നമ്മളിത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മളിത് പൂർവാധിശക്തമായിട്ട് ഇന്ന് മുതൽ നമ്മൾ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെപ്റ്റംബറിലാണ് ബിഗ് ബോസ് സീസൺ 8. ആദ്യമായിട്ടാണ് ഞാനാണ് എൻ്റെ ചാനലിൽ കൂടി, ഇത്ര കുഞ്ഞു ചാനലല്ലേ, നമ്മുടെ വെറും ഇത്ര പൊടി ചാനലല്ല, ആ ചാനലിൽ കൂടെ നമ്മളാണ് ആദ്യമായിട്ട് പറയുന്നത് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.